പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി സിവിൽ ജോലികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. 4 ടെൻഡറുകൾ വന്നതിൽ കുറഞ്ഞ എസ്റ്റിമേറ്റ് സമർപ്പിച്ച നാഗ്പൂരിലെ സ്വകാര്യ കമ്പനിയുടെ ടെൻഡറാണ് വിളിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി 2.2 കോടി രൂപയുടെ വർക്കുകൾക്ക് 8 ലക്ഷം രൂപ കുറവുള്ള 1.94 കോടി രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇവർ സമർപ്പിച്ചത്. കരാർ നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകും. മെക്കാനിക്കൽ ജോലികളുടെ ടെൻഡറും പൂർത്തിയായി കരാർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. മുല്ലശ്ശേരി KLDC കനാലിൽ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപം കിഴക്ക് ഭാഗത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക വളയം ബണ്ടിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. റെഗുലേറ്ററിന്റെ പടിഞ്ഞാറ് ഭാഗത്തും വളയം ബണ്ട് കെട്ടിയ ശേഷമാകും നിർമ്മാണം തുടങ്ങുക. റെഗുലേറ്ററിന്റെ സിവിൽ മെക്കാനിക്കൽ ജോലികൾ ഒന്നിച്ചു നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. 1 മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സിവിൽ ജോലികളുടെ ഭാഗമായി റെഗുലേറ്റർ ഷട്ടറിന്റെ ഏപ്രം കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തും. ഷട്ടറിനടിയിലൂടെ വെള്ളം കടക്കാതിരിക്കാൻ കട്ട് ഓഫ് വാളും നിർമ്മിക്കും. ഷട്ടറിന്റെ പില്ലറുകൾ ബലപ്പെടുത്തും. മെക്കാനിക്കൽ ജോലികളുടെ ഭാഗമായി കേടുപാടുകളുള്ള ഷട്ടറുകൾ മാറ്റി സ്ഥാപിക്കും. മറ്റുള്ള ഷട്ടറുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കും. ഷട്ടറുകൾ മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനവും ഒരുക്കും. ഇതോടൊപ്പം ജനറേറ്ററും അനുബന്ധ മുറിയും സജ്ജീകരിക്കും. ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിന് 2019 ബജറ്റിലാണ് ഫണ്ട് അനുവദിച്ചത്. 4 വർഷത്തിന് ശേഷമാണ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത്. TCV പാവറട്ടി.